പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് മാനിക്കുന്ന ഒരു ദിനമുണ്ട്. അല്പദിനം ഹല്ലേലൂയ ഡെയിലി മന്നയിലൂടെ വചനം പറയുവാൻ സാധിച്ചില്ല. എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ മകളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ചു. ദൈവമക്കളുടെ പ്രാർത്ഥന അതിന്മേലുണ്ടായിരുന്നു. വാസ്തവമായി കർത്താവിനെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കുമെന്നുള്ളത് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആരെയും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മെ താങ്ങി നടത്തും. വേണ്ടുന്നതെല്ലാം തക്ക സമയത്ത് നടത്തി തരുന്ന നല്ലൊരു പിതാവിനെ കുറിച്ച് ഹല്ലേലൂയ, അത് നന്നായിട്ടത് മനസ്സിലാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സഹായിച്ച ആ നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. പലരുടെയും പ്രാർത്ഥന അതിന്മേലുണ്ടായിരുന്നു. ഡെയിലി മന്നയിലൂടെ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ദൈവവിളി കേട്ട് അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയെയും ദൈവം കൈവിടുകയില്ല. അബ്രഹാം നോക്കൂ, ദൈവവിളി കേട്ട് ഇറങ്ങിയതാണ്. ഹല്ലേലൂയ. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ പിന്നീട് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുകയും വിശ്വാസികളുടെ പിതാവെന്ന പേരിനെ അർഹനാക്കുകയും ചെയ്തു. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എങ്ങനെയായിരിക്കും കർത്താവേ ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്, ഞാൻ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവസന്നിധി വെക്കുമ്പോൾ പ്രിയ മക്കളെ, കർത്താപ്പച്ച നമ്മെ കാത്തുപരിപാലിച്ച് വേണ്ടുന്ന സ്ഥാനത്ത് നമ്മെ നിർത്തേണ്ടുന്ന സ്ഥാനത്ത് നമ്മെ നിർത്തുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. മോശയെ വിളിച്ചപ്പോൾ മോശ തന്റെ ചില കുറവുകൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനും വിക്കനും തടിച്ച നാവുള്ളവനുമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തത് ആരാണ്? ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആരാണ്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച ദൈവം ഹല്ലേലൂയ, നമ്മെ തെരഞ്ഞെടുത്ത ദൈവം ഹല്ലേലൂയ, നമ്മെ യേശുപ്പച്ചന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കർത്താപ്പച്ചനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. ആരുടെയും മുന്നിൽ ലജ്ജിപ്പിക്കാതെ നിൽക്കുന്ന ഹല്ലേലൂയ നിർത്തുന്ന അപ്പനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മിലും ഓരോരുത്തരും ഇതുപോലെയാണ്. കർത്താവ് വിളിക്കുമ്പോൾ പല കുറവുകളൊക്കെ ഹല്ലേലൂയ മോശയെ പോലെ ചൂണ്ടിക്കാണിക്കും. കർത്താവേ, എനിക്ക് അതൊക്കത്തില്ല, ഇതൊക്കത്തില്ല, ഞാൻ അവിടെ ചെന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം നാം ഓർക്കണം, ഏത് കുറവും പരിഹരിക്കുന്ന യഹോവയാണ് നമ്മെ വിളിക്കുന്ന എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നാം കുറവുകൾ ചൂണ്ടിക്കാണിക്കാതെ വിടേണ്ടതെല്ലാം വിട്ടിറങ്ങി തിരിക്കും. ഹല്ലേലൂയ. ഇവിടെ മോശയോട് പറഞ്ഞു, യഹോവയായി ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ ദൈവവാക്കിന് വില കൊടുത്ത് അനുസരണത്തോടെ നാം വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ഏത് രീതിയിലും പണിതെടുക്കാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ ചിലരെ ഹല്ലേലൂയ കർത്താപ്പച്ച നമുക്ക് വേണ്ടി ഒരുക്കി തരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഞങ്ങളും ഹല്ലേലൂയ വിവാഹ നിശ്ചയത്തിന് വേണ്ടി നാട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഹല്ലേലൂയ വിചാരിച്ചിരുന്നപ്പോൾ തക്ക സമയത്ത് ഓരോരുത്തരെയും കർത്താവ് അതിനു വേണ്ടി ഒരുക്കി തന്നു. പ്രിയ മക്കളെ, കർത്താപ്പച്ച നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, മോശയോടൊപ്പം തന്റെ സഹോദരനെ കൂടി ചേർത്ത് ഹല്ലേലൂയ, അതായത് യഹോവയെ ദൈവം രണ്ടുപേരെയും തന്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ യേശുപ്പച്ചൻ ഒരുക്കി തരും. ഹല്ലേലൂയ. മോശ
മോശയോട് കൂടെ നിന്ന് അഹരോന് പ്രവർത്തിച്ചപ്പോൾ എല്ലായിടത്തും വിജയം കൈവരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും തന്നെത്താൻ വിജയം കൈവരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ തൻ്റെ കൈക്ക് ബലമായി ഒരു കൂട്ടു സഹോദരനെ കൂടെ താങ്ങായി നിർത്തും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ സഹായിക്കുവാൻ നമുക്ക് വേണ്ടതായ ആൾക്കാരെ കർത്താവ് ഒരുക്കി തരും. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്നവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 29:9 പറയുന്നുണ്ട്, അഹരോനും മക്കൾക്കും പൗരോഹിത്യം നിത്യ അവകാശമായി ലഭിപ്പാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനോട് കൂടെ നിൽക്കുന്ന ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. അവർക്കും വേണ്ടുന്നതായ പദവികൾ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. ആകെ പ്രിയ ദൈവത്തെ അനുസരിച്ച് ഇരിക്കുന്ന ഓരോരുത്തരെയും കർത്താപ്പച്ചൻ കൈവിടുകയില്ല. അവരെ ലജ്ജിതരായി വിടുകയില്ല. പ്രിയ ദൈവമക്കളെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താപ്പച്ചൻ നമ്മെ ലജ്ജിപ്പിക്കുവാൻ ഒരിക്കലും അനുവദിക്കില്ല. നാം നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്കാണോ നോക്കി ഇറങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ലജ്ജിപ്പിക്കാതെ ഏത് സ്ഥാനത്തും ഉയർത്തിപ്പിടിപ്പിക്കും. ഹല്ലേലൂയ. നോക്കൂ, ദാനിയേലിന്റെ പുസ്തകം നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് യഹൂദ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ഇവരുള്ള ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതെ മുറുകെ പിടിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ കർത്താവിനെ കൈവിടാതെ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും എങ്ങനെയൊക്കെയാണ് ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് അപ്പനെ തന്നെ പിടിച്ചു നിൽക്കുകയാണോ, തീർച്ചയായിട്ടും കർത്താപ്പച്ച നമ്മളെ താങ്ങി നടത്തും. ഹല്ലേലൂയ. വേണ്ടുന്നതെല്ലാം തക്ക സമയത്താണ് നമുക്ക് അത്ഭുതകരമാവണ്ണം കർത്താപ്പച്ചൻ കാര്യങ്ങൾ നടത്തി തരുന്നത്. നമ്മൾ പോലും വിചാരിക്കാത്ത വിധത്തില് നമ്മുടെ കാര്യങ്ങൾ കർത്താപ്പച്ചൻ നന്നായി നടത്തി തരും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഹല്ലേലൂയ, യഹൂദ ബാലന്മാരുടെ അടുത്ത് ബിംബത്തെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ നമസ്കരിക്കുവാൻ ഹല്ലേലൂയ അതിന് മുതിർന്നില്ല. നോക്ക്, തൽഫലമായിട്ട് എരിയുന്ന തീച്ചൂളയിൽ ഇടുവാൻ തീരുമാനിച്ചു. പലവിധം ഹല്ലേലൂയ പതിവിലധികമായിട്ട് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. പ്രിയ മക്കളെ, നമ്മുടെ അപ്പച്ചൻ നമ്മളെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ വിടുവിക്കും. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ നമ്മളെ കൈവിടുകയില്ല. എരിയുന്ന തീച്ചൂളയുടെ ഹല്ലേലൂയ അനുഭവം നമുക്ക് നേരിടുമ്പോൾ നാം എങ്ങനെയാണ്? ദൈവത്തെ തള്ളിപ്പറയുമോ, അതോ ഈ ബാലന്മാരെ പോലെ എൻ്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഉറച്ചു വിശ്വസിക്കുമോ? ഹല്ലേലൂയ. നോക്കൂ, ഉറച്ചു നിന്നാൽ നമ്മെ വിടുവിക്കുന്നത് ദൈവം തക്ക സമയത്ത് തീച്ചൂളയുടെ നടുവിലിറങ്ങി തീയുടെ ഒരു മണം പോലും മേശാതെ നമ്മെ ആ കരത്തിൽ താങ്ങി നടത്തും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ അങ്ങനെയാ, നമ്മെ കൈവിടുകയില്ല. വെള്ളത്തിൽ കൂടി കടന്നു പോയാലും അത് മുക്കിക്കളയാതെ ഹല്ലേലൂയ ദൈവം നമ്മെ താങ്ങി നടത്തും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താപ്പച്ചൻ നമ്മെ ചേർത്ത് പിടിക്കുന്ന അപ്പനാ. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മെ ഹല്ലേലൂയ കൈവിടാതെ നമ്മെ താങ്ങി നടത്തുന്ന, കൂടെ നിൽക്കുന്നവർ പലരും നമ്മെ കൈവിടും, പക്ഷേ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 91:14 പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റി നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെയും കർത്താവ് കൈവിടുകയില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കുവാൻ പറ്റുന്നത് ദൈവമേ അങ്ങയുടെ കരം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. എന്നെ നിന്ദിക്കുന്നു നിന്ദിതരായി തീരും. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ മാനിക്കുകയാണ്. നമ്മെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളുടെ അപ്പനാണ്. ഹല്ലേലൂയ. പലപ്പോഴും നിന്ദിതരാകുന്ന സ്ഥാനത്ത് എൻ്റെ അപ്പച്ചനോട് മാനിച്ച ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അപ്പ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിലേക്ക് അടിയനെയും കുടുംബമായി സമർപ്പിക്കുന്നു. ഡെയിലി മനയിലൂടെ കർത്താവേ, അടിയന് വേണ്ടി പ്രാർത്ഥിച്ച, അടിയന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ
ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നിന്റെ മക്കളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരങ്ങൾ വായിക്കണം കർത്താവേ. അപ്പന്റെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി തീരണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന മാനിക്കപ്പെടുന്ന ദിനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളെ താഴ്ത്തുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.